വെൽക്കം എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിനെ പറ്റി മാത്രമല്ല സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. ഫ്ലുവൻസിയിലേക്കുള്ള നിങ്ങളുടെ ജേണിയിൽ ആരും പറഞ്ഞു തരാത്ത ചിലത് നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞിരിക്കും, യെസ്, നൗ ഐ ക്യാൻ സ്പീക്ക്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എൻ്റെ മൗത്തിനെ ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നിങ്ങളോട് തന്നെ പറയും. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഇംഗ്ലീഷ് ജേണിയിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. നിങ്ങൾ എത്രത്തോളം ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടിട്ടുണ്ട്? എത്രയോ ഗ്രാമർ റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ്സ് ടൈം ടു സ്പീക്ക്, നിങ്ങളുടെ ചുണ്ടുകൾ മരവിച്ചു പോകും. നിങ്ങളുടെ നാക്ക് വിറക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ശബ്ദമില്ലാതായി മാറും. നിങ്ങളുടെ ബ്രെയിനിൽ ഒന്നുമില്ലാതാകും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് യുവർ മൗത്ത് ഈസ് അൺട്രെയിൻഡ്. യെസ്, ഇതാണ് ആരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലാത്ത ആ സത്യം. നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് ലേണിംഗ് ടു മൂവ് യുവർ മൗത്ത് ലൈക്ക് ആൻ ഇംഗ്ലീഷ് സ്പീക്കർ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ഒരു മാറ്റവും സംഭവിക്കാത്തത്. ഒരു കാര്യം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് നിങ്ങളുടെ ബ്രെയിനിലല്ല വേണ്ടത്, നിങ്ങളുടെ മൗത്തിലാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലിപ്സിനെയും ടങ്ങിനെയും ട്രെയിൻ ചെയ്തില്ലെങ്കിൽ എവിടെയോ ഒരു മിസ്സിംഗ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇന്നത്തോടെ അത് അവസാനിക്കും. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് ഡിഫറെൻറ്റ്. വി ആർ ഗോയിങ് ടു വേക്ക് അപ്പ് യുവർ മൗത്ത് ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ റിയൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി. ആൻഡ് ഈ നിമിഷം മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് നിർത്തി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ലൈക്ക് ഇംഗ്ലീഷ് ഈസ് യുവർ ഫസ്റ്റ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ലാംഗ്വേജ് ആണ്. അതിന് അതിൻ്റേതായ ഒരു റിതമുണ്ട്, സെറ്റ് ഓഫ് സൗണ്ട്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വേർഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അറിയാം. ബട്ട് കോൺഫിഡൻ്റ് ആയും സ്മൂത്തായും ഫാസ്റ്റായും ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മൗത്തിനെ ട്രെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് നന്നായി മനസ്സിലാകും, ബട്ട് ഐ കാൺ സ്പീക്ക്. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കാൻ നമ്മളെ ആരും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് അത് കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നു? ബിക്കോസ് ചെറുപ്പം മുതൽ നമ്മളുടെ മൗത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഓരോ സൗണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ബിൽഡ് സ്പീക്കിംഗ് മസിൽസ്. സോ യു നീഡ് ടു പ്രാക്ടീസ് ദ റൈറ്റ് വേ വിത്ത് ഫോക്കസ് ആൻഡ് കൺസിസ്റ്റൻസി. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, ഫോർ ദ നെക്സ്റ്റ് 30 days ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി മാറിയിരിക്കും. നിങ്ങളുടെ മൈൻഡിലല്ല, നിങ്ങളുടെ മൗത്തിൽ, നിങ്ങളുടെ കോൺഫിഡൻസിൽ, നിങ്ങളുടെ കോൺവെർസേഷനിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലൈഫിൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ലോങ് യു പ്രാക്ടീസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പ്രാക്ടീസ്. ആൻഡ് റിമെമ്പർ വൺ തിങ്, യു cannot become fluent overnight. So I am going to give you 5 steps that you need to follow for the next 30 days consistently. നെക്സ്റ്റ് 5 daysൽ ഞാൻ 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ 30 days ആ 5 സ്റ്റെപ്സ് റെഗുലറായി കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ആയിരിക്കും. ദിസ് ഇസ് ദ പ്രോമിസ് ഐ ആം ഗിവിംഗ് യു. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.